ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. ബിപിൻ റാവത്തിനു ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി ഇദ്ദേഹമാണ് ചുമതലയേറ്റത്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വഹീദ റഹ്മാൻ. ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 53ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വഹീദ റഹ്മാനാണ് ലഭിച്ചത്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദ മുരളീധരൻ. 2024 ആഗസ്റ്റിൽ ഡോക്ടർ വി വേണു വിരമിച്ചതിനെ തുടർന്നാണ് ശാരദ മുരളീധരൻ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയാകുന്ന 5ാമത്തെ വനിതയാണ് ശാരദ മുരളീധരൻ. ഇന്ത്യയും മറ്റൊരു രാജ്യവും തമ്മിൽ നടത്തുന്ന ധർമ്മ ഗാർഡിയൻ എന്നത് ഏത് രാജ്യവുമായുള്ള സൈനികാഭ്യാസമാണ്? ഇതിൻ്റെ ആൻസറാണ് ജപ്പാൻ. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത കരസേന അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ PM വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? പരമ്പരാഗത കരകൗശല വിദഗ്ധർ. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന കരകൗശല തൊഴിലാളികളെ സഹായിക്കുന്നതിനായുള്ള പദ്ധതിയാണിത്. അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ കൂണു നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ചീറ്റോ സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശ്. ഏത് കായിക ഇനത്തിലാണ് ലിനോയ് തോമസ് എന്ന മലയാളി താരം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്? അത്ലറ്റിക്സ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രിയായ അന്റോണിയോ ഗുട്ടറസ് ആണ് നിലവിൽ UN സെക്രട്ടറി ജനറൽ. കേരള ഗവൺമെന്റിന്റെ K-സ്മാർട്ട് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഡിജിറ്റലാക്കി ജനങ്ങൾക്ക് വേഗത്തിൽ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണിത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. ഇന്ത്യയുടെ 25ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി രാജീവ് കുമാർ സേവനമനുഷ്ഠിക്കുന്നു. 2024 കേരള സർക്കാർ പ്രഖ്യാപിച്ച കേരളം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത. സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് കേരളം പദ്ധതി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ്? അജിത് ഡോവൽ. 2014 മുതൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ഇദ്ദേഹമാണ് തുടരുന്നത്. IPS ഓഫീസറായിരുന്ന അജിത് ഡോവലിനെയാണ് ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് അറിയപ്പെടുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാകവാഹകനായ മലയാളി താരം ആര്? PR ശ്രീജേഷ്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ സർവേദ് മഹാമന്ദിർ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വാരണസിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്തത്. അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധവിമാനം തേജസ് മാർക്ക് 1A പറത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തേജസ് മാർക്ക് 1A പറത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തൻ. ഇന്ത്യയിലെ ആദ്യത്തെ വില്ലേജ് ടൂറിസം പദ്ധതിയായ കുമ്പളങ്ങി ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ല. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആര്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കരസേനയുടെ 30ാമത് മേധാവിയായാണ് ഇദ്ദേഹം ചുമതലയേറ്റത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 2024 T20 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യയാണ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പ്രചാരണത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാൽ. അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ 42ാമത് കേന്ദ്രം ഏതാണ്?
ഹൊയ്സാല ക്ഷേത്രങ്ങൾ. കർണാടകയിലെ ഹൊയ്സാല വിശുദ്ധ ക്ഷേത്ര സമുച്ചയമാണ് ഇന്ത്യയിലെ 42ാമത് ലോക പൈതൃക കേന്ദ്രം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതി ഏത്? യു-വിൻ. വാക്സിനേഷൻ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കാനുമുള്ള പ്ലാറ്റ്ഫോമാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ഫോറസ്റ്റ് പദ്ധതികളിലൊന്നായ ആകാശ് വൻ ആരംഭിച്ച സംസ്ഥാനം ഏത്? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് നഗരപ്രദേശങ്ങളിൽ വനവൽക്കരണം ലക്ഷ്യമിട്ടിട്ടുള്ള ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. 2024 പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച തമിഴ് നടൻ ആരാണ്? വിജയ്കാന്ത്. ഇന്ത്യയുടെ 84ാമത് ഗ്രാൻഡ് മാസ്റ്ററായി ചരിത്രം കുറിച്ച വനിതാ താരം ആര്? വൈശാലി രമേഷ് ബാബു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായ ചെനാബ് പാലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ചെനാബ് നദിക്ക് കുറുകെയുള്ള ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആര്? വിക്ടോറിയ കെജർ-തെയുൽവിക്. ലോക ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ട് ആരാണ്? ബിമൽ പട്ടേൽ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ആര്? ജാനിക് സിന്നർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തെയാണ്? കേരളം. എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും കുറഞ്ഞത് ഒരു ഡിജിറ്റൽ സേവനമെങ്കിലും ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച ദൗസ് പ്രൊജക്റ്റ് ഏത് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? ഡൽഹി-മുംബൈ എക്സ്പ്രസ് വേ. കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്തുമായി ബന്ധപ്പെട്ടതാണ്? റൂഫ് ടോപ്പ് സോളാർ പദ്ധതി. 2024 ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 2024 സൂചിക പ്രകാരം 180 രാജ്യങ്ങളിൽ ഇന്ത്യ 159ാം സ്ഥാനത്താണുള്ളത്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്ര? 6 മെഡലുകൾ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആര്? അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. കേന്ദ്ര ഗവൺമെന്റ് അടുത്തിടെ ആരംഭിച്ച PM ഏകതാ പദ്ധതി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏകീകൃത പെൻഷൻ പദ്ധതി. ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്ത്? എക്വാറിൻ. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സംയുക്ത കരസേനാ പരിശീലനമാണിത്. 2024 കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയത് ഏത് മന്ത്രാലയത്തിനാണ്? പ്രതിരോധ മന്ത്രാലയം. ഇന്ത്യയിലെ ഏറ്റവും പുതിയ നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ട ദേഹിങ് പട്കായി ഏത് സംസ്ഥാനത്താണ്? അസം. അസമിലെ 7ാമത്തെ നാഷണൽ പാർക്കായാണ് ദേഹിങ് പട്കായി അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന ഈ സംസ്ഥാനത്തിന് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന് അറിയപ്പെടുന്നു. 2024 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? പ്രഭാവർമ്മ. അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ച കാവ്യഗ്രന്ഥമാണ് രൗദ്രസാത്വികം. വായുവിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഇൻസാറ്റ് 3DS. കാലാവസ്ഥാ വ്യതിയാനവും ദുരന്ത മുന്നറിയിപ്പുകളും നൽകുന്ന അത്യാധുനിക ഉപഗ്രഹമാണിത്. കേരളത്തിൽ പുതുതായി ആവിഷ്കരിച്ച K-ലിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ദേശമെന്ത്? തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസനം. പഠനത്തിനൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള വൈദഗ്ധ്യം കുട്ടികളിൽ നൽകുന്ന പദ്ധതിയാണിത്. 2024 ബുക്കർ പ്രൈസ് നേടിയ സാഹിത്യകൃതി ഏത്? ഓർബിറ്റൽ. ബഹിരാകാശ നിലയത്തിലെ ഒരു ദിവസത്തെ ആസ്പദമാക്കി സാമന്ത ഹാർവി എഴുതിയ കൃതിയാണിത്.